നമസ്കാരം, VCV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പൂരങ്ങളുടെ നാട്ടിൽ ഇനി കൗമാരക്കലയുടെ പൂരം. തൃശൂരിനെ ആവേശത്തിലഴ്ത്തി 64ാമത് സ്കൂൾ കലോത്സവത്തിന് കൊടിയേറി. തേക്കിൻകാട് മൈതാനിയിലെ സൂര്യകാന്തി വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരി തെളിയിച്ചു. 15,000 പ്രതിഭകൾ മാറ്റിവെക്കുന്ന കലാമേളയ്ക്ക് മോഹൻലാൽ എത്തുന്നതോടെ ക്ലൈമാക്സ് പൂരമായി മാറും. വടക്കാഞ്ചേരി ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ്ങിനായി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA-യുടെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നേരിൽ കണ്ട് വിലയിരുത്തി. 1.5 കോടി രൂപ ചെലവിലാണ് അത്യാധുനിക ലാബോട് കൂടിയ കെട്ടിടം ഒരുങ്ങുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ വിവിധ കോഴ്സുകൾക്ക് അനുയോജ്യമായ രീതിയിൽ പൊതുമരാമത്ത് വകുപ്പാണ് കെട്ടിട നിർമ്മാണം അതിവേഗം പൂർത്തിയാക്കുന്നത്. മോട്ടോർ വാഹനങ്ങളുടെ ഫിറ്റ്നസ് ചാർജ് വർധനവ് ഉടൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് INTUC ജില്ലാ നേതൃത്വം രംഗത്തെത്തി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കും. ചാർജ് വർധനവിൽ 50% കുറവ് വരുത്തുമെന്ന ഗതാഗത മന്ത്രി നൽകിയ വാഗ്ദാനം ലംഘിച്ചെന്ന് തൃശൂർ ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ആരോപിച്ചു. ജില്ലാ നേതൃയോഗത്തിലാണ് പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകിയത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വടക്കാഞ്ചേരി മേഖലാ സമ്മേളനം നടന്നു. COA സംസ്ഥാന കമ്മിറ്റി അംഗം പ്രജീഷ് അച്ചാണ്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ കേബിൾ മേഖലയിലെ പുതിയ വെല്ലുവിളികളും വികസന പ്രവർത്തനങ്ങളും ചർച്ച ചെയ്തു. COA സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ പങ്കെടുത്ത യോഗത്തിൽ മേഖലയുടെ പ്രവർത്തന സാമ്പത്തിക റിപ്പോർട്ടുകൾ വിലയിരുത്തി. നഗരസഭാ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗത്തിന് സമ്മേളനത്തിൽ സ്വീകരണം നൽകി.